ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവിക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് താഴ്മയുള്ള നേതൃത്വ പാടവം ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. അനേകം നേതൃത്വ പാടവങ്ങളെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം ആളുകളുടെ ജീവിത രീതികൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിൽ അതിശ്രേഷ്ഠമായി കർത്താവായ യേശുക്രിസ്തുവുമായുള്ളൊരു ബന്ധം അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ നേതൃത്വ പാടവം നടത്തുവാൻ തക്കവണ്ണം സാധ്യമായത്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, മിസ്രയീം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ നയിച്ച ആ മഹത് വ്യക്തിയായ മോശയെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവം വളരെ വലുതായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവം എപ്രകാരമാണോ അദ്ദേഹത്തോട് സംസാരിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ദൈവവുമായുള്ളൊരു ബന്ധം സ്ഥാപിതമായത്. ദൈവം ഒരു കൂട്ടുകാരനെ പോലെ മോശയോട് സംസാരിക്കുമെന്ന് ദൈവവചനം പറയുന്നു. ദൈവവുമായി അത്രയധികം ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. ഈ മോശയ്ക്ക് അനേകം സാധ്യതകളുണ്ടായിരുന്നു. ദൈവവുമായി ഏറ്റവും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്നത്. മോശയുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അനേകം നന്മകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ആദ്യം അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, നീ പോയി മിസ്രയീമിലേക്ക് പോവുക, അവിടെ എൻ്റെ ജനത്തിനെ നീ കനാനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു താഴ്മയുടെ മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ഈ ലോകമായിരിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ അപ്രകാരം ഒരു നേതൃത്വ പാടവം നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഉണ്ടാകണം. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോശുവയെ പറ്റിയാണ്. മോശ അനേകം കാര്യങ്ങൾ ചെയ്തപ്പോഴും യോശുവ ഒരു കാവൽക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു ആശ്രിതനെ പോലെ, ഒരു ദാസനെ പോലെ മോശയോട് കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു നേതൃത്വ പാടവം നമുക്ക് യോശുവയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോശുവ എന്ന് പറയുന്നത്. കർത്താവായ ദൈവം അദ്ദേഹത്തെ വലിയൊരു നേതൃത്വം ഏൽപ്പിക്കുമ്പോഴും ഈ നേതൃത്വ പാടവമൊന്നും ചോരാതെ വണ്ണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് മോശ എഴുതിയ ന്യായപ്രമാണം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, അനേകം കാര്യങ്ങൾ യോശുവ ചെയ്യുകയുണ്ടായി. ചന്ദ്രനും സൂര്യനും ഒരുപോലെ നിന്നപ്പോഴും, യെരിഹോ പട്ടണം പിടിച്ചടക്കുമ്പോഴും, മല്ലന്മാർ താമസിച്ചിരുന്ന യെരിഹോ പട്ടണം പിടിച്ചടക്കുമ്പോഴും ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിച്ചു. അതിന് കാരണമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു ഇടതൂർന്നാർന്നൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ യോശുവയ്ക്ക് സാധിച്ചു. ഇന്ന് നമുക്കും ആ ഒരു ബന്ധമുണ്ട് എങ്കിൽ, ദൈവവുമായുള്ളൊരു ബന്ധമുണ്ട് എങ്കിൽ, നമ്മുടെ വിശുദ്ധിയുടെ ലോകത്തേക്ക് ദൈവം നമ്മെ നയിക്കും, ദൈവം നമ്മെ ശുദ്ധീകരിക്കും എന്ന് വചനം പറയുന്നു. ആ ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നെല്ലാം ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമുക്ക് യോശുവയുടെ ജീവചരിത്രത്തിലേക്ക് പോകാം. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുൻപോട്ട് നോക്കി പോകുന്ന ഒരു യോശുവയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. യോശുവ ഒന്നിനും പതറാതെ അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ, നേതൃത്വ പാടവം ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ താഴ്മയോടുകൂടി തൻ്റെ സഹപാഠികളെ അല്ലെങ്കിൽ സഹവിശ്വാസികളെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു യോശുവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിതമായി നേതൃത്വ പാടവത്തിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് യോശുവ. യോശുവയുടെ ജീവിതം എടുത്തു നോക്കുകയാണ് എങ്കിൽ അദ്ദേഹം ഏറ്റവും താഴ്മയുള്ളൊരു മനുഷ്യനായിരുന്നു. ഏകദേശം 40 വർഷത്തോളം കാലം മോശയുടെ ദാസനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്ന് നമുക്ക് നോക്കുകയാണ് എങ്കിൽ അനേകം കാര്യങ്ങൾ യോശുവയുടെ ജീവചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് യോശുവയിലേക്ക് കടന്നു പോകാം. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം
പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഈ വാക്യത്തിലുടനീളം യോശുവയുടെ ആ ഹംബിൾനെസ്സാണ് നമ്മോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ എളിമത്വത്തെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റു, മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അവൻ്റെ ശുശ്രൂഷക്കാരനായ, അതായത് മോശയുടെ ശുശ്രൂഷകനായി നിൽക്കുന്ന ഒരു യോശുവയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ നേതൃത്വ പാഠവും അദ്ദേഹം ഏറ്റവും മഹനീയമായി കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ദാസനായി ഏറ്റവും മഹനീയമായുള്ളൊരു ദാസവേലയാണ് മോശയ്ക്ക് അദ്ദേഹം നൽകിയത്. മോശയുടെ കാലഘട്ടത്തിലുടനീളം മോശയുടെ ജീവിതം എപ്രകാരമാണോ അപ്രകാരമാണ് യോശുവ നോക്കിക്കാണുന്നത്. ആ നേതൃത്വ പാഠവും അതുപോലെ ഒപ്പിയെടുക്കുവാൻ തക്കവണ്ണം യോശുവയ്ക്ക് സാധിച്ചു. ദൈവവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം യോശുവയ്ക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരു വിജയമാകുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. അത് ഇപ്രകാരമാണ്. വചനം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ വളരെ വ്യക്തമായി പറയുന്നു. യഹോവയെ സേവിക്കുന്ന ഒരു യോശുവ, യഹോവയ്ക്ക് എപ്പോഴും ദാസനായിരിക്കുന്ന ഒരു യോശുവ, സേവകനായിരിക്കുന്ന ഒരു യോശുവ നമുക്കവിടെ അവരെ കാണുവാൻ സാധിക്കും. എന്ന് നമുക്ക് വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ഇവിടെ കർത്താവായ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ആ കൂടാരത്തിന് പുറത്തായി ദാസനായ ബാല്യക്കാരനായ യോശുവ ഉണ്ടാകുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ പറയുന്നത്, മോശയോട് ഒരു കൂട്ടുകാരനെ പോലെ ദൈവം സംസാരിക്കുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ കൂട്ടുകാരനെ പ്രാപിക്കുവാൻ യോശുവയും തയ്യാറായിരുന്നു. ആ കൂടാരത്തിന് പുറത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി യോശുവയുണ്ടായിരുന്നു. ദൈവം എന്താണെന്ന് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ തക്കവണ്ണം യോശുവയുണ്ടായിരുന്നു. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും തൻ്റെ കൂടെ വേണമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു എളിയ ദാസനായിരുന്നു യോശുവ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വ പാഠം എന്ന് പറയുന്നത് വളരെ ലളിതമായതായിരുന്നു. ഏകദേശം 40 വർഷത്തോളം കാലം അദ്ദേഹം ആ മോശയെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ മോശയോട് പറഞ്ഞ ഒരു വലിയ പൊസിഷനിൽ നേടിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ഏറ്റവും എളിമത്വത്തോടുകൂടി മോശയെ ശുശ്രൂഷിക്കുവാനാണ് യോശുവ ഇഷ്ടപ്പെട്ടിരുന്നത്. യോശുവയുടെ ആ നേതൃത്വ പാഠവും നമ്മളിലും ഉണ്ടാകണം. ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളിലും ആ നേതൃത്വ പാഠവും ഉണ്ടായിരിക്കണം. അധികാരമോഹത്തിൻ്റെ വാഞ്ചയോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ, ആ അധികാരം നമ്മളിലാകുമ്പോൾ താഴ്മയുടെ ഒരു സ്വഭാവം ദൈവം ആഗ്രഹിക്കുന്നു. താഴ്മയുടെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് യോശുവയുടെ കാലഘട്ടത്തിലും യോശുവയിലും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ താഴെയുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും യോശുവ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ആ ഒരു യോശുവ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാകുന്നു. അപ്രകാരം ഒരു യോശുവയാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. യഹോവ അവനെ വലിയവനാക്കുമെന്ന് യോശുവയോട് ദൈവം പറയുമ്പോഴും യോശുവ ആഗ്രഹിച്ചത് ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായി നിൽക്കുവാനാണ്. ഇവിടെ നമുക്ക് യോശുവയുടെ ആ താഴ്മയെക്കുറിച്ച് ദൈവവചനം പറയുന്നു. നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ. യോശുവ യെരിഹോവിനോട് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു.
യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം നമിക്കുന്ന അല്ലെങ്കിൽ വീഴുന്ന ഒരു യോശുവയെ നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയജനമേ, യോശുവയുടെ ജീവിത ചരിത്രത്തിൽ ദൈവം അവനെ വലിയവനാക്കിയതിന് ശേഷമാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പലപ്പോഴും പല മനുഷ്യരെയും ദൈവം ഉന്നത സ്ഥാനങ്ങളിലും വലിയ സ്ഥാനങ്ങളിലും എത്തിക്കുമ്പോൾ ഈ സാഷ്ടാംഗം വീഴുന്ന താഴ്മയുടെ മനോഭാവം അവരിൽ ഉണ്ടാകാതെ ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പലവിധമാവുന്ന അഹങ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ചിന്താഗതി നാം മാറ്റിയെടുക്കണം. ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ളവരായി വിനയമുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവം വലിയൊരു നേതൃത്വ പാഠവും യോശുവയ്ക്ക് കൊടുത്തതുപോലെ നമുക്കും നൽകിയിരിക്കും. ഇന്ന് ഈ നേതൃത്വ പാഠവും നമ്മളിലും ഉണ്ടാകണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാം ഏറ്റവും കൂടുതലായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ക്രിസ്തീയ ഭവനങ്ങളിൽ ഈ നേതൃത്വ പാഠവും കരുണയുടെയും സൗമ്യതയുടെയും ഒരു നേതൃത്വ പാഠവും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്രകാരം ഒരു ജീവിതത്തിലെ ഹീന സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം ആധാരമാക്കിക്കൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: നീ എഴുന്നേറ്റ് മുന്നോട്ട് നടക്ക, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആ വചനം അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മെ നടത്തുവാൻ തക്കവണ്ണം പോകുന്ന ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ അത്യധികം പ്രയാസമൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയും കരുണയും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. അവൻ നമുക്ക് ഇടയനായിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു: അവനൊരു ഇടയനെ പോലെ നമ്മെ ശുശ്രൂഷിക്കുന്നു. അവനൊരു ഇടയനെ പോലെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ വഴികൾ പറഞ്ഞു തരുന്നു. അവൻ നമുക്ക് ഒരു ഇടയനായിരിക്കുന്നു. അവൻ കുഞ്ഞ് ആടുകളെ, അതായത് ഏറ്റവും ചെറിയ തരത്തിലുള്ള ആടുകളെ അവൻ മാറോട് ചേർക്കുന്നു. തള്ളയാടുകളെ പതിയെ നടത്തുന്നു എന്ന് നമുക്ക് വചനങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ തള്ളയാടുകളെ നടത്തിക്കൊണ്ട് പോകുമ്പോഴും അവൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്ന് ദൈവവചനം പറയുന്നു. ഇവിടെ ദൈവവചനം പറയുന്നു, ഈ കുഞ്ഞ് ആടുകളായി ദൈവത്തിൻ്റെ മാറോട് ചേരുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നാമോ പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ യോശുവയുടെ ജീവചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ യോശുവയ്ക്ക് ഒരു പ്രയാസവുമില്ല, ഒരു കഷ്ടതയും തോന്നിയില്ല. അവൻ നീറോടുകൂടെ തന്നെ, ധൈര്യത്തോടുകൂടെ തന്നെ, വിഷമത്തും ഒന്നും വിചാരിക്കാതെ തന്നെ അവൻ്റെ ജീവകാലം മുഴുവനും ദൈവത്തെ ഭരമേൽപ്പിച്ച ഈ ഇസ്രായേൽ മക്കളെ കനാൻ ദേശം എന്ന് പറയുന്ന വലിയൊരു പ്രവശ്യയെ കൊണ്ടെത്തിക്കുവാൻ അവന് സാധിച്ചു. ഈ വിജയത്തിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്, അമരക്കാരൻ എന്ന് പറയുന്നത് കർത്താവായ ദൈവം തന്നെയാണ്. ദൈവം അവനെ അത്യധികം നയിച്ചു. മോശയുടെ ന്യായപ്രമാണം, കർത്താവായ ദൈവം എഴുതി കൊടുത്ത ന്യായപ്രമാണം ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നേരോടുകൂടെ തന്നെ യോശുവയെ നയിക്കുവാൻ ദൈവം അവനെ ആഹ്വാനം ചെയ്തു. ഇന്ന് എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയജനമേ, നമുക്ക് യോശുവയിലെ ജീവചരിത്രം മുന്നോട്ടുള്ള കാലത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 25-ഉം 28-ഉം വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 25-ഉം 28-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കിക്കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കിക്കൊണ്ട് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിൽ കാദേശിൽ മോശയുടെ അഹരോൻ്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെ അടുക്കൽ അവരുടെ സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. ഇവിടെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി
അല്ലെങ്കിൽ പിടിച്ചടക്കുന്നതിന് മുമ്പായി ഉറ്റുനോക്കുവാൻ വേണ്ടി കുറച്ചു പേരെ അവർ ചാരപ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി കനാൻ ദേശത്തേക്ക് അയക്കുന്നു. ആ ദേശത്ത് അയക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് വായിച്ച് കേൾക്കുവാൻ സാധിക്കുന്നത്, അവർ അവിടെ പോയി ഉറ്റുനോക്കിയതിന് ശേഷം തിരിച്ചു വരുന്ന സർവ്വസഭയോടും കൂടെ അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്ന ഫലങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും അവരെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. ആ കാണിക്കുന്ന മാത്രയിൽ തന്നെ ആ ജനങ്ങൾ എല്ലാവരും സന്തോഷഭരിതമാകുന്നു. കാരണം ആ ദേശം ഉറ്റുനോക്കുവാൻ പോയ ആ സഹോദരന്മാർ അല്ലെങ്കിൽ ആ ചാരന്മാർ വന്നതിന് ശേഷം അവർ ആ ഫലങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ഫലങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു, ആ സഭയുടെ മുന്നിൽ വെച്ചു. അവിടെ യോശുവയും അഹരോനും അതുപോലെ തന്നെ കാലേബും അതുപോലെ തന്നെ മോശയും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സർവ്വസഭയും അത്യധികം സന്തോഷിച്ചു. കാരണം അവർക്ക് ഭാരം താങ്ങാവുന്നതിനും അപ്പുറമായുള്ള ഫലങ്ങളെയാണ് അവർ കൊണ്ടുവന്നത്. അത്യധികം സന്തോഷമുണ്ടായിരുന്നു. ഈ ചാരന്മാരുടെ കൂട്ടത്തിൽ യോശുവയും കാലേബും ഉണ്ടായിരുന്നു. അവരും ഉറ്റുനോക്കുവാൻ വേണ്ടി അവിടേക്ക് പോയി. ഈ ഭാഗമൊക്കെയും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക പുത്രന്മാരായി ദൈവത്തിന് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്ന പൈതങ്ങളെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. യോശുവയും കാലേബിനെയും നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ അവിടെ മറ്റുള്ളവർ, ഈ ചാരന്മാരുടെ കൂട്ടത്തിൽ പോയവരെല്ലാവരും പറഞ്ഞു, അവിടെ അമാലേക്യ മല്ലന്മാരുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാളും ബലശാലികളായ മല്ലന്മാരുണ്ട്, നമുക്കൊരിക്കലും ആ പ്രദേശം പിടിച്ചടക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു, ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു, കൊല്ലുവാൻ വേണ്ടിയായിരിക്കുന്നു ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നവർ പറഞ്ഞു. ഇവിടെ നമുക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അവിടെ ഒരു തീരുമാനം അവരെടുക്കുന്നു. ആ സഭയിലെ എല്ലാ ജനങ്ങളും മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുക്കുന്നു. അവർ ഏറ്റവും അധികം ഇസ്രായേൽ മക്കൾ കരഞ്ഞതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഒരു നിമിഷത്തേക്ക് പോലും ദൈവത്തെ മറന്നു പോകുന്ന ഒരു ഇസ്രായേൽ മക്കൾ. എങ്കിലും അവിടെയും ആത്മാർത്ഥതയും വിശ്വസ്തതയും മറന്നു പോകാതെ അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യോശുവയും കാലേബും ഒരു വ്യക്തമായൊരു അഭിപ്രായം അല്ലെങ്കിൽ ശക്തമായും ധൈര്യത്തോടുകൂടെ ഒരു അഭിപ്രായം അവിടെ പറയുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നമുക്ക് പിടിച്ചടക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന് കാലേബ് പറയുന്നു. അതുപോലെ തന്നെ 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ ഭാഗമൊക്കെയും കേട്ടപ്പോൾ 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഇസ്രായേൽ മക്കൾ ഒരു തീരുമാനമെടുക്കുന്നു, നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. ആ നേതാവിനെ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അവരെ തിരിച്ച് നമുക്ക് മിസ്രൈമിലേക്ക് പോകാം, മിസ്രൈമിൽ ചേർന്ന് മരിക്കുന്നതാണ് ഇതിനും നല്ലത് എന്ന് അവർ പറയുകയുണ്ടായി. ദൈവത്തിന് ഹിതമില്ലാത്ത രീതിയിൽ അവിടെ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, ഇത്രത്തോളം നന്ദിയില്ലാത്ത അല്ലെങ്കിൽ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ച ഒരു ജനമാണ് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ദൈവത്തിന് നന്ദിയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഇസ്രായേൽ മക്കളെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ ഒരു കൂട്ടം ഇപ്രകാരം പറയുമ്പോഴും, അത്യധികം ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുമ്പോഴും, കാലേബും യോശുവയും അവിടെ വസ്ത്രം കീറിക്കൊണ്ട്, എൻ്റെ ദൈവം നമ്മളെ നടത്തും, എൻ്റെ ദൈവം വഴി നടത്തും, നമുക്ക് ആ മല്ലന്മാരെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവം വഴി ഒരുക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യോശുവയും കാലേബും വളരെ വ്യക്തതയോടുകൂടെ തന്നെ സംസാരിക്കുന്നു, നമുക്ക് പിടിച്ചടക്കുവാൻ തക്കവണ്ണം സാധിക്കും, നാം എന്ത് ചെയ്യുന്ന മാറിപ്പോകേണ്ട കാര്യമില്ല, നമുക്ക് സുനിശ്ചിതമായി തന്നെ വിജയം സാധ്യമാകുമെന്ന് അവർ പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നമുക്കും അപ്രകാരമുള്ളൊരു ജീവിതശൈലി ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ നേതൃത്വ പാഠവും ആത്മാർത്ഥതയോടുകൂടിയും ധൈര്യത്തോടുകൂടിയും യോശുവ അവിടെ സംസാരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്രകാരം ഒരു കാര്യം തന്നെയാണ് തൻ്റെ ജീവിതത്തിലുടനീളവും അദ്ദേഹം ഫോളോ ചെയ്തു വന്നതും അദ്ദേഹം പിൻചെന്നു വന്നതും. ആ പിൻചെന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എനിക്ക് ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം സാധിക്കും, അതിനുള്ള ഉത്തമ ധൈര്യം എൻ്റെ ദൈവം നൽകും.
എന്നുള്ള ഉത്തമ ഒരു ഉറച്ച വിശ്വാസം ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു നിന്ന ഒരു ദൈവ പൈതലാകുന്നു യോശുവ. പഴയ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു കർത്തവ്യബോധം ലഭിക്കുമ്പോൾ ദൈവത്തിൽ താഴ്മയോടുകൂടി ദൈവജനത്തെ ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം യോശുവയ്ക്ക് സാധിച്ചു. യോശുവ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. ദൈവം എനിക്കൊരവസരം നൽകിയല്ലോ. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കരുതലോടുകൂടി ഇസ്രായേൽ മക്കളെ നയിച്ച് വിജയം പ്രാപിക്കുവാൻ തക്കവണ്ണം യോശുവയ്ക്ക് സാധിച്ചു. അപ്രകാരം ഒരു നേതൃത്വ പാഠമാണ് ഉണ്ടാകേണ്ടത്. അനേകം ലോകർ പറയുന്നു, ഇതല്ല സത്യം, നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമല്ല എന്ന് അനേകം പേര് പറയുവാൻ കാണും. എങ്കിലും ഉറച്ചു വിശ്വസിച്ച്, നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിച്ചത്തിൽ ഉറച്ചു വിശ്വസിച്ച് ആ നേതൃത്വ പാഠവത്തോടുകൂടി യോശുവെ പോലെ നയിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കും. നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആണിക്കല്ലാകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വലിയൊരു നേതൃത്വ പാഠവം നിന്നിലുണ്ടാകണം. അത് താഴ്മയുടെ മനോഭാവം ഉണ്ടാകണം. അതുപോലെ തന്നെ ദൈവവുമായൊരു ആത്മാർത്ഥമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ആ മനുഷ്യൻ ഏറ്റവും വലിയൊരു ദൈവിക പൈതലായി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം യാതൊരു വിധമാവുന്ന കർത്തവ്യങ്ങളും മറന്നു പോകാതെ ദൈവിക ആത്മാവിൽ പ്രേരിതമായി നേതൃത്വത്തോടുകൂടി അവരെ നയിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഇന്ന് ദൈവസന്നിധിയിൽ ആയിരുന്നാലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുപോലെ ഈ ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേകം പേർ നമ്മെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ശ്രമിക്കും. അനേകം പേർ നമ്മെ പരിഹസിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു നേതൃത്വ പാഠവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ താഴെയുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം തീർച്ചയായും നമുക്ക് ആ വിലയേറിയ സ്വർഗരാജ്യം നമുക്കായി ഒരുക്കിയിരിക്കും. നമുക്കായി അത് ഒരുക്കി വച്ചിട്ടുണ്ട്. നാം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരും ഫലമേൽപ്പിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിയുമുള്ള ദൈവമേ കർത്താവേ, അടിയന്റെതാ ദൈവമേ യേശുവേ, ഈ വചനം അങ്ങയുടെ ഹൃദയങ്ങളിലായിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. ദൈവമേ, ഓരോ വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ ഇത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. നല്ലൊരു നേതൃത്വ പാഠവം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് കൃപയോടെ വാഞ്ചയോടുകൂടെ കാത്തിരിക്കണം. അങ്ങ് ദൈവമേ യേശുവേ, വാഞ്ചയോടുകൂടെ തന്നെ അവരിൽ പ്രവർത്തിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.